പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് വലിയ ദുരന്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വയനാടിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു. അവിടെയുള്ള ജനങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് താങ്ങും തണലും ആവേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് സഹായസ്ഥവുമായിട്ട് വയനാട്ടിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ പുറത്തിൻ്റെ ദിക്കിൽ നിന്നും പല സഹായങ്ങളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ അവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന സഹായങ്ങൾ ഇനി ഒരുപക്ഷെ ആവശ്യമായി വരില്ല. കാരണം അത്രമേൽ സാധനങ്ങൾ അവർ സമാഹരിക്കപ്പെട്ടു. പക്ഷേ ഇനി അങ്ങോട്ട്, അഥവാ ഇതിന് 2 ആഴ്ചകളോ 1 മാസങ്ങളോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ സാധനങ്ങളെല്ലാം അത്യാവശ്യമായി വരുന്നൊരു സാഹചര്യമാണ് ഇത്. അതുപോലെ തന്നെ അവരുടെ പുനരധിവാസം, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനൊക്കെ നമ്മൾ വയ്യൊരുങ്ങേണ്ടതും അതിനുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മളതിന് തയ്യാറായി നിൽക്കണം. കാരണം അവർക്കുള്ള സപ്പോർട്ട് നൽകേണ്ടത് ഇനി നമ്മളാണ്. അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു, വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഒരു ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇത് എല്ലാവരും പരമാവധി നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും മറ്റുള്ളവരിലേക്കും ഒക്കെ എത്തിച്ചുകൊണ്ട് പരമാവധി പണം സ്വരൂപിക്കപ്പെട്ട് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തണം. കാരണം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടന ബൈത്തുറഹ്മയും CH സെന്ററും പോലെയുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ സംഘടനയാണ്. കൃത്യതയോടുകൂടിയും ക്രിയാത്മകമായിട്ടും ഇടപെട്ടുകൊണ്ടുപോകുന്ന ഈ രാഷ്ട്രീയ സംഘടന മുൻകൈ എടുത്തുകൊണ്ട് ഒരു ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക. നമുക്കറിയാം, കഴിഞ്ഞ കാലത്ത് പ്രളയം അനുഭവിച്ചപ്പോൾ നമ്മളെല്ലാം കൈയും മനസ്സും മറന്ന് ഒരുപാട് സഹായങ്ങൾ കേരള ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ പണം എങ്ങനെ ചെലവഴിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കവളപ്പാറയിൽ നമ്മൾ കണ്ടതാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കവളപ്പാറയിൽ താമസിക്കാനുള്ള സൗകര്യത്തോടുകൂടി ഒരുപാട് വീടുകൾ അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നതാണ്. ഇങ്ങനെ ഇനി വയനാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നമുക്കവർക്ക് താമസിക്കാനുള്ള വാസയോഗ്യമായ നല്ലൊരു വീട് നിർമ്മിച്ചു നൽകേണ്ടതുണ്ട്. അവർക്ക് അവരുടെ മരുന്ന്, മറ്റുള്ള ചെലവുകളോ എല്ലാം നമ്മൾ തന്നെയാണ് ഇനി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാലത്ത് ഉണ്ടാക്കിയ നമ്മൾ കൊടുത്ത പണം എങ്ങനെ ചിലവഴിക്കപ്പെട്ടു, അതിൻ്റെ കണക്ക് വന്നിട്ടുണ്ടോ, എങ്ങനെ ആർക്ക് വേണ്ടി ചിലവഴിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കും വളരെ സങ്കടത്തോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്രമേൽ ഒരു വലിയ ബുദ്ധിമുട്ടോടുകൂടി പോയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടന വളരെ കൃത്യമായിട്ട് തന്നെ അർഹതപ്പെട്ടവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഫണ്ട് സമാഹരണം നടത്തുകയാണ്. നിങ്ങളാൽ കഴിയുന്ന നിങ്ങളുടെ അർഹതപ്പെട്ട പണം അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തണമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പാർട്ടിയെ നിങ്ങൾ കേൾപ്പിക്കാം. കാരണം ഈ ആപ്പിൽ എല്ലാം വളരെ വിശദമായിട്ട് തുറന്ന പുസ്തകം പോലെ തുറന്ന് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കും പരിശോധിക്കാവുന്നതാണ്. അത്രമേൽ കൃത്യതയോടുകൂടി പോകുന്ന ഈ ഒരു രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതിൽ കഴിയുന്ന സഹായങ്ങൾ നൽകിക്കൊണ്ട് സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. ഇത് വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടി മാത്രമേ ചെലവഴിക്കപ്പെടുകയുള്ളൂ. ഹെലികോപ്റ്ററിന് വാടക കൊടുക്കാനോ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാരന് വേണ്ടിയിട്ട് എഴുതി കൊടുക്കാനോ ഈ പണം ഉപയോഗിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അത്രമേൽ ക്രിയാത്മകമായിട്ടും കൃത്യതയോടുകൂടിയും രേഖകൾ സഹിതവുമാണ് ഈ രാഷ്ട്രീയ സംഘടന മുന്നോട്ട് പോകുന്നതും പോയിട്ടുള്ളതും പോയിക്കൊണ്ടിരിക്കുന്നതും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ രൂപത്തിലുള്ള ഒരു സഹകരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് കമ്മിറ്റി വളരെ കൃത്യതയോടുകൂടി അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് ആ പണമെത്തി അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഈ പാർട്ടി ഉണ്ടാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ആ രൂപത്തിൽ നിങ്ങൾ ചെലവഴിക്കപ്പെടുക. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ പുനരധിവാസത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തട്ടെ എന്നുള്ള വിശ്വാസം കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കൊടുത്ത ഒരുപാട് സഹായങ്ങൾ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉപയോഗം എവിടെയായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇതൊരു കുറ്റപ്പെടുത്തലാവല്ല, ഇത് കാര്യങ്ങൾ തുറന്ന് പറയണമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ ആപ്പിൽ നിങ്ങൾക്ക് തന്നെ പണമടയ്ക്കാനുള്ള ഓപ്ഷനും അത് ആർക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന്, എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുന്നത്, എന്താണ് ആരൊക്കെ നൽകുന്നു, എവിടേക്ക് ഉപയോഗപ്പെടുന്നു എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് അർഹതപ്പെട്ടവരിലേക്ക് എത്താൻ, വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി എത്തിക്കാൻ നമുക്ക് കഴിയും. അതിനുള്ള കഴിവും പ്രാപ്തിയുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് അവർ ചെയ്യുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു.